നമ്മുടെ അമ്മ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു സുഖമുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതൊരിക്കലും അവർ വിട്ടുപോകുമ്പോൾ നമ്മളെ കിട്ടത്തില്ല. നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ? അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? കഴിക്കുന്ന കൂട്ടാൻ കൊള്ളാം അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. ആ അമ്മയുടെ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. എന്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ എന്തുവാടാ നിനക്ക്? നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാന്നോ? പൊന്നുപോലെ നോക്കുമെന്ന് നീ കുഴിച്ചു മൂടുവല്ലേ എന്നെ? മനുഷ്യ സ്വസ്ഥമായിട്ടൊന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. നീ അവിടെ കാണാൻ ഇരിക്കുവല്ലായിരുന്നോ? അവിടെ പോയിരുന്നൂടെ നിനക്ക്? ഓരോ പ്രയോജനം ഇല്ലാതെ ഒരുത്തൻ. ഓരോ പ്രയോജനം കൃത്യ സമയത്ത് അങ്ങോട്ട് ചെന്നിരി. തിന്നാൻ കൊണ്ട് വരാം അങ്ങോട്ട് പോ. പൊന്നുപോലെ നോക്കാൻ പറ്റും. ജോലിക്ക് പോടാവല്ലോ, ജോലിക്ക് പോ. പിന്നെ പൊന്നുപോലെ നോക്ക്. കുഴിമാടത്തിൽ ഇടിച്ചിരി മണ്ണിടാനെങ്കിലുവേ നാട്ടുകാർ വരുമ്പോഴത്തേക്ക് അതിന്റെ ശവത്തിനെങ്കിലും ഒരു അഭിമാനം വേണം. ജോലിക്ക് പോ. നീ പൊന്നുപോലെ നോക്കാൻ വരുന്നു. പൊന്നുപോലെ അമ്മേ ചൂലിങ്ങി വന്നേ. അമ്മ പനിയായിട്ട് എന്തുവാ കാണിക്കുന്നത്? ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തൂക്കാൻ നിൽക്കുന്നേ? സാരമില്ലടാ, നീ ഇതാ. സാരമുണ്ട്. അമ്മ പോയി കിടക്ക്. അമ്മ പോയി കിടക്കമ്മേ. ഇതൂടെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ മോനെ. അമ്മ പോയി കിടക്കമ്മേ. തണുത്ത വെള്ളത്തിൽ കിടന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കാതെ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാണിക്കും അമ്മേ? വിറവിനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് യാതില്ലയോ? പനിയല്ലയോ അമ്മയ്ക്ക്? ശരീരവരവരെന്ന് പറഞ്ഞ പോ അപ്പുറത്ത്. പറഞ്ഞാലും കേക്കത്തില്ല. എനിക്ക് പോലും ഇളക്കാൻ പറ്റുന്നില്ല. അമ്മ എവിടെ പോ അമ്മേ? രമ എന്നോട് പറയായിരുന്നു കുറച്ച് ചാണകം തരാമെന്നേ. ഇപ്പൊ പോയി എടുത്തു കഴിഞ്ഞ് ഈ മഴ തോരുമ്പോഴത്തേക്ക് നമുക്ക് ചെടിക്കൊക്കെ ഇടാം, വളമാവും. പോയി എടുത്തോണ്ട് വരാം. എന്തോ പറയാനാന്ന്. 10 മിനിറ്റ് മുന്നേ ചെറുക്കൻ വിളിച്ച് പറയുന്ന കൂട്ടുകാർ വീട്ടിലോട്ട് വരുന്ന എന്തുവാ ഇവന്? പിന്നെ വായിച്ചെറുക്കൻ വാ തുറന്നൊരു അക്ഷരം പറയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഞാനും ഇവനും തമ്മിൽ തെറ്റുന്നത്. എന്താണ് നിനക്ക് പറയാത്ത? ഞാൻ എന്തെങ്കിലും കൂട്ടാനും കറിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടായോടാ? എന്തെങ്കിലും നിങ്ങൾ വരുമല്ലോ. ഒന്നുമില്ല മക്കളെ. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കാം. ഹോട്ടലൊന്നും പോകണ്ട. ഇവിടെ ഉണ്ട്. ഈ ഹോട്ടലിലേക്ക് 8 ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വയറൊക്കെ കേടാവും. വേണ്ട, നിങ്ങൾ വാ. ഉള്ളത് കൂട്ടി എല്ലാവരും കഴിക്കാം. അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കുവോ? രുചിയൊന്നും കാണത്തില്ല, എന്തെങ്കിലുമൊക്കെ ഉള്ളു. മക്കൾ ഇങ്ങോട്ട് വാ. നോടാ.
എന്തോ മക്കളെ ഇരിക്കുന്നില്ലയോ? 10 മിനിറ്റ് കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒന്നും ആയി കാണത്തില്ലായിരിക്കും അല്ലയോ? സാരമില്ല, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളിരുന്ന് കഴിക്കേ. അയ്യോ, തൈരെടുത്ത് വെച്ചില്ല. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കൂട്ടി കഴിക്കണ്ടേ? ഇത്രയല്ലേ ഉള്ളൂ കൂട്ടാനാ? വൈകുന്നേരം ആകുമ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. നീ പോന്നു? ഞാൻ ചിലപ്പോൾ പോകും. ഞാൻ പോകാമെന്ന് വിളിക്കാൻ തന്നെ. നീ വിളിച്ചാൽ മതി. ആ ശരിടാ. ഓക്കെ. അതെ, എവിടെയായിരുന്നു? ക്ലബ്ബിൽ പോയി. ക്ലബിൽ എന്തുവാ? ഞായറാഴ്ചയായിട്ട് കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചിരിക്കുമായിരുന്നു. പാറ കൂടെ പോയേ? ബിബിൻ്റെ കൂടെ. എടാ, നീ അല്ലാതെ ആരെങ്കിലും ബിബിൻ്റെ കൂടെ നടക്കൂ? എന്താ വെച്ചേ? എടാ, അവനെ പറ്റി ഈ നാട്ടിൽ ആർക്കും ഒരു നല്ല അഭിപ്രായം ഇല്ല കുഞ്ഞെ, അറിയാമോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ ചെറുക്കനെ കഞ്ചാവിൻ്റെ സിഗരറ്റിൻ്റെ ഒക്കെ ബിസിനസ് ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഇതും ഉണ്ടെന്ന് കേട്ടു. എൻ്റെ കൂടെ വരുമ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. നിന്റെ കൂടെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? നീ എന്നോട് വന്ന് എല്ലാം പറയത്തില്ലയോ? നീ ശുദ്ധനാന്ന് അവൻ അറിയാം, അവൻ പിടിക്കപ്പെടും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അത് മാത്രമല്ല, അവൻ്റെ അച്ഛൻ ഇപ്പോൾ 2ാം കല്യാണം കഴിച്ച് രഹസ്യമായിട്ട് താമസിപ്പിക്കുമെന്ന് പറഞ്ഞു കേട്ടു. അമ്മ 3 വട്ടം ഒളിച്ചോടി പോയതാ. കുടുംബമേ കൊള്ളത്തില്ല. ഇതുപോലുള്ള കുടുംബത്തിൻ്റെ ഒന്നും കൂടെ കൂടാനേ നമുക്ക് കൊള്ളത്തില്ല. മനസ്സിലായോ? നിനക്ക് തറവാട്ട് മഹിമയൊക്കെ ഉണ്ട്, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി മേലെ ഇങ്ങനെയുള്ളവന്മാരുമായിട്ട് കൂട്ടുകൂടി നടന്നു കഴിഞ്ഞാൽ നിനക്ക് ചീത്തപ്പേരാവും. ഒരു നല്ല കല്യാണ ആലോചന പോലും വരത്തില്ല കേട്ടോ. പോകട്ടെ. ആ നടക്കും. ഇതെന്തുവാ, ഇന്ന് നിരങ്ങാൻ പോയില്ലയോ? എടാ പ്രവീണേ, എടാ അച്ഛൻ തെങ്ങേന്ന് വേണടാ. എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ ഒന്ന് വേടാ. എടാ ഞാനന്നേ കുറച്ച് ബിസിയാ. നീ അവന്മാരെ വല്ലതും വിളിച്ചോണ്ട് പോവോ? ഇപ്പോൾ ഞാൻ നോക്കട്ടെ. ശരി. എന്തുവാടാ? അവർ അച്ഛനെ കണ്ട് തന്നെയെന്ന് വേണമെന്ന്. നീ എന്താ പോവാഞ്ഞേ? ആ പിന്നെ അമ്മ നാട്ടിൽ അവനെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും അല്ലല്ലോ. അവർ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ അമ്മയ്ക്കും അറിയത്തില്ലേ. ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമുള്ളതിൻ്റെ കൂടെ ഞാൻ നടന്നു കഴിഞ്ഞാൽ എനിക്കൂടെ നെഗറ്റീവ് അഭിപ്രായം. ഞാൻ ഇത് കൂട്ടുകാരന്മാരോട് പറഞ്ഞപ്പോഴേ അവന്മാരും അപ്പോഴേ അറിയുന്ന കാര്യം. അതുകൊണ്ടെന്ത് ഞങ്ങളാരും ഇപ്പോൾ അവനോട് തകർന്നില്ല. അവനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി നിർത്തിയേക്കും. ആരും അവന് കൂടെ പോകുമെന്ന് അറിയത്തില്ല. എടാ മഹാഭാവി, നീ ഇങ്ങനെ ദുഷിക്കാതെടാ. ഒരാളെ പറ്റി ഇങ്ങനെ ഇല്ലായ്മ പറയാതെടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ ഇരിക്കണ്ടായോ? ദൈവം ഒരു നാക്ക് തന്നെന്ന് പറഞ്ഞ് വായി തോന്നല്ലേ വിളിച്ചങ്ങ് പറയാമെന്നാണോ? നീ അറിഞ്ഞോ? നീ കണ്ടോ അവിടുത്തെ? ഇല്ലല്ലോ. പിന്നെ നീ എന്തോ അറിഞ്ഞോണ്ട് ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നേ? മക്കളെ, ജീവിതത്തിൽ ആരെ പറ്റി ഒരു കുറ്റവും നമ്മുടെ വായി കൊണ്ട് വീഴരുത്. ചത്ത് മേളിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും. എഴുതി വെക്കും ആ പുസ്തകത്തിൽ ചിത്രഗുപ്തൻ്റെ. എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോടാ ഇങ്ങനെ കുറ്റം പറയുന്നവന്. ഓ എനിക്ക് വയ്യ. വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് എന്താ പറഞ്ഞു? രമയുടെ മോൻ്റെ കാര്യം എന്തോ പറഞ്ഞു? ആണോ? ഷോ, എന്നിട്ട് അവനെ ആൾക്കാർ മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയില്ലായിരുന്നോ ആ ചിട്ടി പൈസയുടെ കാര്യമോ? ഷോ, ചിട്ടി പൈസ കൊടുത്തില്ലയോ ഇതുവരെ? ചിട്ടി പൈസ ഇതുവരെ കൊടുത്തില്ലയോ? അയ്യോ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ആ കാര്യങ്ങൾ ഞാനിപ്പോ വിളിക്കാവേ. എത്ര നേരം പറഞ്ഞാ തിരുമണ്ട നിന്നോട് ഈ തോർത്തെടുത്ത് ഇടാതെ ഇതിലോട്ടിടാൻ. വാ തുറന്ന് പറഞ്ഞാൽ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലയോ?
എന്തോ അമ്മേ, എന്തിനാ എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നത് കഴിക്കുമ്പോൾ? അമ്മ കഴിക്കുന്നില്ലേ? അമ്മ മോൻ കഴിച്ചിട്ട് കഴിച്ചോളാം. മോൻ കഴിക്ക്. എടേ, എന്തുവാണ് ഈ പെറുക്കി പെറുക്കി ഇരിക്കുന്നത്? ആ കൂട്ടാനും കറിയൊക്കെ ഒന്ന് ഒഴിച്ച് കഴിച്ച്. ഇത് എന്തുവാ ഇത്? പച്ചച്ചോറ് തിന്നുവാന്നോ? ആ കറി ഞാൻ എടുത്ത്. ഈ കറി നല്ല എനിക്ക് വേണ്ട. മാറി അങ്ങോട്ട് കഴിച്ചേ അങ്ങോട്ട്. ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. വൈറ്റമിൻ മൊത്തം വൈറ്റമിനാ. അങ്ങോട്ട് കഴിച്ചേ. എനിക്ക് സലാഡ് ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടം. എന്തിനാണ് വിളമ്പിയേ? ഉണ്ട്. ആ പാവയ്ക്ക തോരനും ഉണ്ട്. അത് അങ്ങോട്ട് ഇളക്കി ഒന്ന് കഴിച്ചു. നമ്മുടെ പറമ്പിലുണ്ടായ പാവയ്ക്ക നല്ലതാ വൈറ്റമിനാ. എന്റെ ഇഷ്ടത്തിന് കഴിച്ചോളാം അമ്മേ ഞാന്. എടാ, മത്തിയ ചിക്കനോട് എടുത്ത് കഴിക്കടാ. അത് നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? അതിനകത്ത് ഒമേഗ 3 ഉണ്ടടാ മത്തിക്കകത്ത്. ചിക്കൻ പ്രോട്ടീൻ. അങ്ങോട്ട് കഴിച്ചേ. ചെറുക്ക എന്തൊന്നും തിന്നാത്തത്? കറിവേപ്പില എടുത്ത് മാറ്റി വെക്കുന്നത്. ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാ കുഞ്ഞെ. ഇതൊക്കെ ഒന്നൊന്ന് കഴിച്ചേ. ആ തൈര് എടുത്ത് കഴിച്ചത് കൊണ്ട് ആ പച്ചച്ചോറ് ഉപ്പിട്ട് വേവിച്ചത് അതെങ്ങനെയുണ്ടെന്ന് നോക്കി. പച്ചച്ചോറ് ഒന്ന് കഴിച്ചു നോക്കിക്കേ. എടാ കുഞ്ഞെ, നീ എന്താ ഈ കൂമ്പുതോരൻ കഴിക്കാത്തത്? ശുദ്ധമായ താടാ, വയറിന് നല്ലതാടാ. എന്താ ഈ ചിക്കന്റെ എല്ലൊക്കെ മാറ്റി വെച്ചേക്കുന്നേ? ഇത് ഞാൻ തിന്നണോ? ആ കടിച്ച് പൊട്ടിച്ച് മജ്ജ എല്ലാം കൂടെ തിന്നു മോനെ. ഒന്നും വേസ്റ്റ് ആക്കാതിരി. കഴിച്ചേ. ഞാൻ കഴിച്ചോളാം അമ്മേ. കുഞ്ഞ് കഴിച്ചാട്ടെ. അമ്മേ, അമ്മയുടെ മുഖം എന്തോ അമ്മേ കടത്തിൽ കുത്തിൻ്റെ. ഒരു കുഴപ്പമില്ല. ഒന്നുമില്ലൊന്നും പറയണ്ട. എന്തോ ഉണ്ട്, എനിക്കറിയാലോ അമ്മ കണ്ട. എന്താ പറയാന്? നിന്റെ അച്ഛന്റെ വീട്ടുകാരുടെ ഗുണവധികാരം ഓർത്ത് ഞാൻ അങ്ങ് ഇരുന്നതാ. അമ്മേ, ആ കഥ എനിക്കറിയാം, ഞാൻ കേട്ടെ. കേട്ടാലും നീ അങ്ങോട്ട് കേക്ക്. എനിക്കേ ഇഷ്ടം പോലെ സ്വർണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. നിന്റെ അപ്പച്ചന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്വർണം മൊത്തം എടുത്തു. അത് എന്നോട് ചോദിക്കുക പോലും ചെയ്ത് എന്റെ അലമാരി കുത്തി തുറന്ന് അവരെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്തായി? അവിടെ കല്യാണത്തിന് പോലും എന്നെ വിളിച്ചില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ജോലി ഇടുന്ന സമയത്ത് കിട്ടിയ ശമ്പളം മൊത്തം അവർക്ക് ഞാൻ അങ്ങ് കൊടുത്തു. ആ വീട് വെച്ചതാരാ? എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഭർത്താവിനെ എന്നെ കൂടെ ഇറക്കി വിട്ടില്ലയോ? പിന്നെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നമ്മളൊരു വീട് വെച്ച് താമസിക്കുന്നു. നിന്റെ അച്ഛന്റെ വീട്ടുകാരുണ്ടല്ലോ, ഇതുപോലൊരു നെറികെട്ടവരെങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മയുടെ വീട്ടുകാരോ? എന്റെ വീട്ടുകാർക്ക് എന്തോ കുഴപ്പം? എന്റെ വീട്ടുകാർ നല്ലവരാ. അവർക്കൊരു കുഴപ്പവും ഇല്ല. അവരൊക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോന്നു. അല്ലെങ്കിൽ പണ്ടേ ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ അച്ഛന്റെ വീട്ടുകാരുണ്ടല്ലോ, അടിപൊളി PR വർക്ക്. എന്തിനാ എന്നോട് എപ്പോഴും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ അപ്പച്ചി എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴേ അപ്പച്ചി കുപ്പിച്ചി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലരുത്. നീ എന്റെ കയ്യിരിക്കുന്നത് വാങ്ങിക്കും. ഒരകലത്തിൽ നിന്നാൽ മതി. അധികം മിണ്ടാനും എടുക്കാനും ഒന്നും പോകണ്ട കേട്ടോ. എന്താ താമസിച്ചേ? എന്താ നാത്തൂനെ താമസിച്ചത്? ക്ഷീണിച്ചു പോയി കേട്ടോ. പഴയതുപോലൊന്നും അല്ല, അങ്ങ് ക്ഷീണിച്ചങ്ങ് വാടി തളർന്നു. സൗന്ദര്യമൊക്കെ നോക്കണം കേട്ടോ. നല്ല സാരി, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ സാരിയൊക്കെ. എന്തൊരു സുന്ദരിയായാലും നാത്തൂന്. കഴിഞ്ഞ ദിവസം കൂടെ വിചാരിച്ചു കൊണ്ട് നാത്തൂൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് പറ്റത്തില്ല, നടുവേദനയായിരുന്നു. അതുകൊണ്ട് പറ്റിയില്ല എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ല, ഇവനെന്താ പറമ്പിൽ കുത്തി കൊണക്കിരിക്കുന്നേ? അവരങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മോന്ന് വിളിച്ച് കെട്ടി ഇങ്ങനെ ഉണ്ടാമ്മ പോലെ അങ്ങനെ അതുണ്ടോ. അയ്യോ, അച്ഛനോ? അച്ഛൻ പോയോ? എന്നിട്ട് ദൈവമേ, ചേട്ടാ, കള്ളന്മാരോ? വീണോ? ഇല്ലാതായി. കഷ്ടമായി പോയല്ലോ. ശരി.
എന്തോ അമ്മേ അപ്പൂപ്പൻ എന്താ പറ്റി? അവൻ എന്തോ പറ്റാനാ? പിന്നെ വീണെന്ന് പറഞ്ഞേ. എൻ്റെ പൊന്നു മോനെ, അച്ഛൻ കഴിഞ്ഞ ദിവസം നമ്മൾ എന്നും പലചരക്ക് വാങ്ങിക്കുന്ന കടയിൽ പോയി. ഷോ, ഇത്തവണ കിട്ടിയതേ ആർട്ടിഫിഷ്യൽ കടുകാന്ന്. ആ വീണെന്ന് പറഞ്ഞാൽ എന്തുവാ, എണ്ണയ്ക്കകത്ത് വീണ് അത് പൊട്ടിത്തെറിച്ചില്ല, എണ്ണ ഇരുന്ന് ചൂടായി, ചീനിച്ചട്ടി എല്ലാം കരിഞ്ഞു പോയി. വാങ്ങിച്ചു തുടങ്ങിയതേ ഉള്ളായിരുന്നു ചീനിച്ചട്ടി, അപ്പോഴത്തേക്കും അതങ്ങ് പോയി. ഷോ, എന്തോ ചെയ്യാനാ? പിന്നെ കള്ളന്മാരുടെ കാര്യം പറഞ്ഞ അമ്മേ. കടയിൽ കടുക് കൊടുത്തത് കള്ളന്മാരാണെന്ന് ചോദിച്ചതാ, അല്ലാതെ പിന്നെ എന്തുവാ? നെഞ്ചങ്ങ് എരിഞ്ഞു കേട്ടോ. നെഞ്ചരിയാൻ ഇവന്റെ മണ്ടക്കിട്ടാന്ന് കടുക് പൊട്ടിച്ചത് അല്ലേ? മതിയമ്മ, മതി 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 മതി. അല്ല അമ്മ മതിയമ്മേ, അമ്മ മതി. മതി മതി മതി. കഴിക്കങ്ങോട്ട്. അമ്മ അവന് മതിയെന്നല്ലേ പറഞ്ഞത്, പിന്നെ പിന്നെ എന്തിനാ ഇട്ട് കൊടുക്കുന്നത്? ചോറ് വെളിയിൽ പോവും. എന്തുവാടാ, പിള്ളേർ ഈ പ്രായത്തിലല്ലോ കഴിക്കേണ്ടത്. കഴിക്കങ്ങോട്ട്. മക്കൾക്ക് മതിയോ? വേണ്ട, മതി. അങ്ങോട്ട് കഴിച്ച് കഴിക്കങ്ങോട്ട്, ഇളക്കി അങ്ങോട്ട് കഴിക്കേ മക്കളെ. മതി മതി മതി. കൊള്ളാമേ, ചിക്കൻ അടിപൊളി എന്നിട്ടുണ്ട്. ഓ, പഴയതുപോലെ ഒന്നും ആവത്തില്ലെന്നേ. പണ്ടൊക്കെ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പം അതൊന്നും എടുക്കാൻ വയ്യ, കൈയുടെ കുഴയ്ക്കൊക്കെ അങ്ങ് വേദനയാണ്, ഒരു തണുപ്പും പെരുപ്പും ഒക്കെയാണ്. അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞില്ല. പണ്ട് ഞാൻ നല്ലോണം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം അത്ര ഒത്തില്ല. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയാലും ശരിയാണ്. തോരന് ഉപ്പ് കുറവുണ്ടല്ലോ. തോരന് ഉപ്പ് കുറവുണ്ടോ? എങ്കിൽ നീ ഇച്ചിരി ഉപ്പിട്ട് കുഴച്ചങ്ങോട്ട് തിന്ന്. പ്രഷർ കൂടും ചെറുക്ക. ഉള്ള തോരനും ഉപ്പും എല്ലാം കൂടെ എടുത്ത് അണ്ണാക്കിനകത്ത് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നിനക്ക് എന്നും കുറ്റം പറച്ചിലാന്നല്ലോ. നീ അവിടെ കയറി ഷവർമയും ഷവായും ഒക്കെ അടിച്ച് പെരുക്കുന്നതിന് നിനക്ക് ഒരു കുഴപ്പവും ഇല്ല. അമ്മച്ചി എന്തെങ്കിലും സ്നേഹത്തോടെ വെച്ചിരുമ്പോൾ ഉപ്പില്ല പുളിയില്ല. ഞാൻ എന്ത് രുചികരമായിട്ട് ഓരോ സാധനം ഉണ്ടായി ചിക്കൻ അങ്ങോട്ട് കൂട്ടി നോക്കി, എന്ത് നല്ല രുചിയുള്ള സാധനമാണ് അത്. അവിടെ പെരട്ടെ അങ്ങോട്ട് കഴിക്കങ്ങോട്ട്. അക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല തോരന, നല്ലതാ, ഉപ്പുണ്ട്. ഓ, തോരനൊന്നും വലിയ ഗുണമില്ല മക്കളെ. പണ്ട് ഇതുപോലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്തോ ഉണ്ടാക്കിയാലും ഒരു രുചിയില്ല, വയ്യാത്തത് കൊണ്ടാ. വെള്ളം താമേ. ആ, വെള്ളമൊന്നും എടുക്കാൻ ഒരു രുചിയില്ലടാ. കഴിക്കും. എന്തോ അമ്മേ കാലം തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ? എനിക്ക് വയ്യടാ, നടു മൊത്തം പോയി കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പ്രായമാവുന്നതിൻ്റെ കാലൊക്കെ കോച്ചി പിടിക്കുന്ന, ഈ മുട്ടിൻ്റെ കണ്ണിക്ക് വേദനയും താഴോട്ട് പെരുപ്പിറങ്ങുക. ഡോക്ടർ ഒന്നാമതേ പറഞ്ഞ ഡിസ്കിന് അകൽച്ചയുള്ളതാണ്, എന്നിട്ടും കിടന്നങ്ങ് ജോലി ചെയ്യുക. വയ്യ മക്കളെ, ഇനി ഒരടി നടക്കാൻ എനിക്ക് വയ്യ. എനിക്ക് കാലിവിടുന്ന് താഴോട്ട് അനങ്ങത്തില്ല. ഭയങ്കര പാടാ, ഭയങ്കര പാട്. അമ്മേ, എടാ സുമേഷിന്റെ വീട്ടിലെ മാങ്കോ മുടിഞ്ഞു വീണടാ, റോഡ് മൊത്തം മാങ്ങിയടാ, വാടാ. അമ്മേ, എനിക്ക് ഒരടി നടക്കാൻ വയ്യ മക്കളെ. രാത്രി ആയണ്ടേ, കുറച്ചേ കിട്ടിയുള്ളൂ. മക്കളെടുത്തോ. ആ പെണ്ണെല്ലാം എടുത്തോണ്ട് പോയി. നാളെ രാവിലെ നോക്കാം കേട്ടോ. രാവിലെ അവിടെ ഇന്നീക്കുന്നതിന് മുമ്പേ നമുക്ക് പോണം. എടാ, മറ്റേ കൊമ്പ് മുടിഞ്ഞു വീണടാ, പെട്ടെന്ന് വാ.